ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വന്നതാണ്. പക്ഷേ ഫിഷിങ് അല്ലായിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കാസ്റ്റ് ചെയ്യാറുണ്ട്. പ്രോപ്പറായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തില്ല. പിന്നെ ഇഞ്ചുറി പോസിബിളി ഇറ്റ്സ് മച്ച് മോർ. എന്താ പറഞ്ഞാൽ കറക്റ്റായിട്ട് കാസ്റ്റിംഗ് ചെയ്തില്ലെങ്കിൽ ഷോൾഡർ ഇഞ്ചുറി ഈസിലി ക്യാൻ ഹാപ്പൻ. സോ അതുമാത്രമല്ല, സേഫ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ പ്രോപ്പറായിട്ട് കാസ്റ്റ് ചെയ്യാൻ. അപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുന്ന മുമ്പ് നമ്മളെ ബേസിക് തിങ് ടു കൺസിഡർ. അപ്പോൾ എന്താണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്പൂൾ വന്നിട്ട് കറക്റ്റായിട്ട് ലോഡ് ചെയ്യാം. ഫുള്ളായിട്ട് ലോഡ് ചെയ്യേണ്ട, കറക്റ്റായിട്ട് സ്പൂൾ സ്പെസിഫിക്കേഷൻ അവർ പറഞ്ഞതിൽ ആ മാർക്കിൽ കറക്റ്റായിട്ട് ലോഡ് ചെയ്യുക. ഫുള്ളിങ് ലോഡ് ചെയ്യേണ്ട, അപ്പോൾ ടാങ്കിൾ ചെയ്യാൻ സാധ്യത കൂടുതൽ. പിന്നെ നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുന്ന മുമ്പ് ടിങ്കിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ലൂറ് വന്നിട്ട് ഫ്രീ ആണ്, പിന്നെ ലൂറ് ഫ്രീ ആണ്, ലൈൻ എന്നിട്ട് ടാങ്കിൾ എവിടെയും ചെയ്തില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ കറക്റ്റ് ഇത് വന്ന് ഫിംഗർ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ മനസ്സിലാവും നമ്മളെവിടെ ലൈൻ ടാങ്കിൾ ചെയ്യും. അപ്പോൾ കാസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കറക്റ്റ് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ബാക്ക്വേർഡ് ബോട്ടം ഓഫ് ദ റോഡിൽ നമ്മൾ പിടിക്കും. പിന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് വന്നിട്ട് ഈ ഫിംഗർ ഇൻഡെക്സ് ഫിംഗർ ഒന്ന് ഹോൾഡ് ചെയ്യും. പിന്നെ ബെയിൽ ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് ബെയിൽ. ലെഫ്റ്റ് ഹാൻഡ് ഓൺ ദ ബോട്ടം, റൈറ്റ് ഹാൻഡ് ഓൺ ടോപ്പ്. നമ്മൾ ഇൻഡെക്സിന് ഹോൾഡ് ചെയ്തിട്ട് ബെയിൽ റിമൂവ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ വെയിറ്റ് വന്നിട്ട് നമ്മൾ ലൂറാണോ പിന്നെ വെയിറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ലൂറ് വന്നിട്ട് ഹാഫ് ഓഫ് ദ റോഡ് ഇഞ്ചിൽ ഒരു 1 മീറ്റർ ഡിപ്പെൻഡ് അപ്പോൺ ദ റോഡ് ലെങ്ത്, ഹാഫ് ഓഫ് ദ റോഡ് വന്നിട്ട് നമുക്ക് വെക്കാം, ലൈൻ ലൂസായിട്ട് വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സ്വിങ്ങിങ് കിട്ടില്ല, പിന്നെ ലോങ് കാസ്റ്റിങ് കിട്ടില്ല പ്രോപ്പറായിട്ട്. ഓക്കെ, ഹാഫ് ഓഫ് ദ. പിന്നെ നമ്മളെ ഫുട് വർക്ക് വന്നിട്ട് നമ്മളിപ്പോൾ ആ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ റൈറ്റ് ലെഗ് ബാക്ക്വേർഡ് ഒരു 1 സ്റ്റെപ്പ് ബാക്ക്വേർഡിലാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ബെയിൽ റിലീസ് ചെയ്ത് ബോട്ടം ഹോൾഡ് ചെയ്ത് നമ്മൾ എവിടെ കാസ്റ്റ് ചെയ്യണം ജസ്റ്റ് ഹോൾഡ് ചെയ്യും. നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന പൊസിഷൻ ജസ്റ്റ് നമ്മൾ പോയിന്റ് ചെയ്യും. നമ്മൾ അവിടേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആം വന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മൾ ബേസിക്കലി എല്ലാ ആംഗുലർ മിസ്റ്റേക്കാണ്. നമ്മൾ ഷോർട്ട് ആക്ഷൻ ചെയ്യാണ് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ആ ആക്ഷൻ ചെയ്യാണ്ട് ഷോർട്ട് ആക്ഷൻ ഇങ്ങനെയാണ് എല്ലാവരും യൂഷ്വലായിട്ട് ഇങ്ങനെ ചെയ്യും. ബേസിക്കലി ഷോൾഡർ നിങ്ങൾ ഫുൾ സ്വിങ് കൊടുക്കുന്നില്ല, ഫുൾ സ്ട്രെച്ച് കൊടുക്കുന്നില്ല. പോസിബിൾ ഓഫ് ഗെറ്റിംഗ് ഡെൽത്തോയിഡ് ഇഞ്ചുറി വന്നിട്ട് മോർ. അപ്പോൾ ആം ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യാം. കാണിച്ചാൽ എങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ആം വന്നിട്ട് സ്ട്രെച്ച് ചെയ്യുക, ഹാൻഡ് ബേസിക്കലി സ്ട്രെച്ച് ചെയ്യുക, ഹാൻഡ്സ് ബാക്ക്വേർഡ്. പിന്നെ നമ്മളെ റോഡ് വന്നിട്ട് പാരലൽ ടു ദ ഫ്ലോറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. റോഡ് എല്ലാണ്ട് മേലെ വെക്കേണ്ട, അപ്പോൾ പാരലൽ ടു ദ ഫ്ലോർ, ആ ഫുൾ സ്വിങ്ങിൽ കിട്ടും. ഓക്കെ, പിന്നെ നമ്മളെ വെയിറ്റ് വന്നിട്ട് ബേസിക്കലി നമ്മളെ റൈറ്റ് ലെഗിലാണ് കൊടുക്കുന്നത്. ഏത് ബാക്ക് ലെഗിലോ അതാണ് വെയിറ്റ് കൊടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ലെഗ് വന്നിട്ട് ജസ്റ്റ് ഫോർ ബാലൻസ്. പക്ഷേ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ലോഡ് വന്നിട്ട് ഫുള്ളി ഫ്രണ്ട് ലെഗിലാക്കാൻ പോകുന്നത്. ബാക്ക് ലെഗ് ജസ്റ്റ് ഫോർ ബാലൻസ്. ഓക്കെ, പിന്നെ കോർ യൂസ് ചെയ്യുക. നല്ല കോർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ far more it will go, and also it will help you to avoid injury for the shoulder. ഓക്കെ, ഞാൻ കാസ്റ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ എൻ്റെ റോഡ് വന്നിട്ട് പാരലൽ ടു ദ ഗ്രൗണ്ട് ഫ്ലോറിലല്ല. എൻ്റെ ലെഗ് വന്നിട്ട് ജസ്റ്റ് ഫ്രണ്ടാണ്. ഈ പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഇൻഡെക്സ് ഫിംഗറിൽ ലൈൻ ഹോൾഡ് ചെയ്യുക, ബെയിൽ റിമൂവ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് വന്നിട്ട് ബോട്ടംസ് റോഡ് ഹോൾഡ് ചെയ്യുക. പിന്നെ നമ്മൾ ലെഗ് വന്നിട്ട് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് ലെഗ് ബാക്ക്വേർഡ്. പിന്നെ നമ്മളെ റോഡ് വന്നിട്ട് സ്ട്രെച്ച് ചെയ്യുക, നല്ലോണം ഹാൻഡ് സ്ട്രെച്ച് ചെയ്തിട്ട് റോഡ് വന്നിട്ട് പാരലൽ ടു ദ ഗ്രൗണ്ട്. പാരലല്ല എൻ്റെ റോഡ്. ഓക്കെ, നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ 45 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ ഈ ലൈന് ഇട്ട് കൊടുക്കാം. ഓക്കെ, 45 ഡിഗ്രി.
ഓക്കെ ചെയ്യാം. 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക ടിൽ നമ്മളെ ലൂർ വന്നിട്ട് വെള്ളത്തിൽ ടച്ച് ചെയ്യണം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇനി പ്രാവശ്യം കൂടി ചെയ്യാണ്. സെയിം എങ്ങനെ ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യാൻ പോണേ. ബെയിൽ ഇൻഡെക്സ് ഫിംഗറിൽ ഹോൾഡ് ചെയ്യുക, ബെയിൽ റിമൂവ് ചെയ്യുക, ലൈൻ ഇൻഡെക്സ് ഫിംഗർ ബെയിൽ റിമൂവ് ചെയ്യുക, ബോട്ടം ഓഫ് ദ റോഡ് വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ലെഗ് ഹോൾഡ് ചെയ്യുക. പിന്നെ 1 leg ബാക്ക്വേർഡ് നമ്മൾ റോഡ് വന്നിട്ട് പാരൽ ടു ദ ഗ്രൗണ്ട്. ഓക്കെ, ആ സ്വിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ലെഗാണ് ഫുൾ ലോഡ് കൊടുത്ത് കോർ യൂസ് ചെയ്തിട്ട് 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ റോഡ് ഹോൾഡ് ചെയ്യണം. ഓക്കെ, 45 ഡിഗ്രി ആംഗിൾ. നിങ്ങൾ കാസ്റ്റിംഗ് എത്ര തന്നെ പ്രോപ്പറായിട്ടാലും പ്രാക്ടീസാണ് ചെയ്യേണ്ടത്. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമ്മൾ കാസ്റ്റിംഗ് നല്ല ലെങ്തിങ് കിട്ടും, പ്രോപ്പറായിട്ട് നമ്മൾ കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും, പിന്നെ ഇഞ്ചുറിയും അവോയ്ഡ് ചെയ്യും. അപ്പോൾ പ്രാക്ടീസ്, കീപ്പ് ഓൺ പ്രാക്ടീസ്. കാസ്റ്റിംഗ് കറക്റ്റ് കിട്ടണമെങ്കിൽ കീപ്പ് ഓൺ പ്രാക്ടീസ്, റൈറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യണം. അതാണ് ഞാൻ ഷോ ഇപ്പോൾ കാണിച്ചത്. ഓക്കെ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.